ഈ വിഷ്ണു സഹസ്രനാമം ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ട് ഇതൊരു മനസ്സിനുള്ളൊരു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ്, ചികിത്സയാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ഒരസുഖം വന്നാൽ പ്രതിരോധം ക്രിയേറ്റ് ചെയ്യാനേ മെഡിസിന് പറ്റുള്ളൂ, രോഗം മാറ്റാൻ പറ്റില്ല. ദർ ഇസ് നോ മെഡിസിൻ ഫോർ എനി ഡിസീസ് എന്നാണ്. അപ്പോൾ നമുക്ക് കോവിഡ് വന്നാൽ കോവിഡിനെതിരെ പ്രതിരോധിക്കുക, ബോഡിയാണ് പ്രതിരോധിക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ബോഡിയാണ്. നമ്മുടെ ബോഡി മീൻസ് ബ്ലഡ് സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം. അതിന് പ്രതിരോധിക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ അതിന് പ്രതിരോധ ശേഷി കൂട്ടാനാണ് മെഡിസിൻസ്. ആണോ? അല്ലാതെ ഒരിക്കലും രോഗം മാറ്റാനല്ല. ഇപ്പോൾ തലവേദനയ്ക്ക് ടാബ്ലറ്റ് എടുത്ത് കഴിക്കുമ്പോൾ തലവേദന പോകുന്നില്ല. തലവേദനയെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ? ആണോ? അല്ലാതെ രോഗം മാറുന്നില്ല. ഉണ്ടോ? രോഗം മാറാനുള്ള ഒരു മരുന്നും ലോകത്തിൽ ഇതുവരെ കൊണ്ടുവന്നില്ലേ നിങ്ങൾ? രോഗം മാറ്റാനുള്ള ഒരു മരുന്നും ലോകത്തിൽ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രോഗത്തിനല്ല നമ്മൾ മരുന്ന് കഴിക്കുന്നത്. എന്തിനാണ്? പ്രതിരോധശേഷി, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ പർട്ടിക്കുലർ കെമിക്കൽ, ഇപ്പോൾ തലവേദനയ്ക്ക് കാരണമാകുന്നൊരു കെമിക്കൽ, അത് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ തലവേദനയുടെ തീവ്രത കുറയും. അതുപോലെ പാരാസിറ്റമോൾ എന്ന് പറയുന്ന മെയിൻ കെമിക്കൽ, അത് നമ്മുടെ ബോഡിയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൂടുമ്പോൾ ഒരു വൈറൽ അറ്റാക്ക് നമ്മുടെ ബോഡിയിൽ റെസിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പനിയെല്ലാം കുറയും. ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ മരുന്ന്. മനസ്സിലാവുണ്ടോ? അപ്പം ഇതുപോലെ മനസ്സിനും ഒരു ചികിത്സ വേണം. എന്താ മനസ്സിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ? മനസ്സിൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുക. എന്താ പ്രതിരോധം? അതിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വേദന, ഒരു ദുഃഖം, ഒരു വിഷമം, ഒരു വിഷാദത്തിൽ തന്നെ മനസ്സ് ബ്രൂഡ് ചെയ്യുക പറയും ഇംഗ്ലീഷിൽ. അത് എന്ന് പറഞ്ഞാൽ അതിൽ കടന്ന് ഒരു നീർച്ചുഴിയിൽ ഇലപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ചുഴിയിൽപ്പെട്ടാൽ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതുപോലെ എനിക്കിങ്ങനെ ഒരു വിഷമം വന്നു, ഞാൻ തോറ്റു, അല്ലെങ്കിൽ എന്നെ ചതിച്ചു, എന്നെ പറ്റിച്ചു, എന്നെ നഷ്ടമുണ്ടാക്കി, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു, എനിക്കിങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി, ഇത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. പണ്ട് നമുക്കൊരു വലിയ ഈ അമ്പലങ്ങളിലൊക്കെ പ്ലേ റെക്കോർഡ്സ് വെച്ചിരുന്നു, ഗ്രാം ഫോൺ എന്ന് പറയും അല്ലേ? വലിയ ഇപ്പോഴത്തെ ഒരു സി ഡിയുടെക്കാളും വലിയ സി ഡി അല്ലേ? വലിയ പ്ലേറ്റ് കണ്ടിട്ടില്ലേ? പഴയ കാലത്ത് മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ, അതുപോലെ പഴയ ഹിന്ദി പാട്ടുകളും പണ്ടത്തെ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ലൈൻ, ഒരു വര വീണാൽ അതെന്ത് ചെയ്യുന്നറിയോ? പാടിയത് തന്നെ പാടിക്കൊണ്ടിരിക്കും. ഈ സൈക്കിക് പ്രോബ്ലം ഉള്ളവർ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെ പറ്റിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതെന്നെ പറയും. അത് വിടൂ വിടാൻ പറ്റില്ല അവർക്ക്. കാരണം മനസ്സതിൽ ലോക്കഡായിപ്പോയി. അവർക്ക് വിടണം എന്ന് വിചാരിച്ചാൽ പോലും മനസ്സിന് അത് എളുപ്പത്തിൽ പുറത്ത് കടക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത് ശരീരത്തിന് പനി പിടിക്കുന്ന പോലെയാണ് മനസ്സിന് ചിന്തകളുടെ പനി പിടിക്കുന്നത്. അപ്പോൾ അതിനൊരു എന്ത് വേണം? പ്രതിരോധം വേണം. അതായത് ആ ചിന്തയിൽ നിന്നും ആ മനസ്സിനെ അങ്ങോട്ട് എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. അപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെയൊക്കെ പ്രാധാന്യത അതാണ്. അപ്പം മനസ്സിന് നിരന്തരം വിഷ്ണു സഹസ്രനാമ ചിന്ത കൊടുക്കുമ്പോൾ, ഡെയിലി ചൊല്ലുമ്പോൾ, അവരുടെ മനസ്സിനെ അവർക്ക് ഇതുപോലുള്ള നല്ല ചിന്തകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായില്ലേ? നിരന്തരം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അന്തർമുഖത്വം വരും. എന്താണ് അന്തർമുഖത്വം? നമുക്ക് അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നടക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ്. അല്ലാതെ അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കലല്ല. നമ്മൾ CCTV എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു ക്യാമറ ഓണാവും. എന്താ മനസ്സിൽ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ
കാണാൻ പറ്റും ഇല്ലേ? നമ്മുടെ മനസ്സിൽ നടക്കണം നമുക്ക് കാണാൻ പറ്റില്ലേ? ഇല്ല, പറ്റുമോ ഇല്ലയോ? പറ്റും. ആ കാഴ്ച നമ്മുടെ ഉള്ളിൽ കാണുമ്പോൾ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നത്, ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 2, വേണ്ടാത്ത ചിന്തകളിൽ കുരുങ്ങുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്തിനാ ഞാൻ ചിന്തിക്കുന്നത്, ഇതുകൊണ്ട് എന്താ കാര്യം, കഴിഞ്ഞു വിടൂ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. മനസ്സിലാവുണ്ടല്ലോ? അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസും ഒരു ഇൻട്രോവേർട്ടഡ്നെസ് അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷനും, അതേപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ കാണാനൊക്കെ ഉള്ളൊരു തിരിച്ചറിവൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിതത്തെ കുറേ കൂടി ഈസിയാക്കാൻ, ലളിതമാക്കാൻ സാധിക്കും. ഇതില്ലാതെ പോയാൽ എന്താ കുഴപ്പം? വെറും എഡ്യൂക്കേഷൻ മാത്രമായാൽ ബുദ്ധിയിൽ കുറേ അക്കാഡമിക് ഇൻഫർമേഷൻ ഉണ്ടാവും, പക്ഷേ മനസ്സെവിടെയെങ്കിലും ചതിയിലോ വഞ്ചനയിലോ കുരുക്കിലോ വീഴ്ചയിലോ തകർച്ചയിലോ പെട്ടുപോയാൽ അതിൽ നിന്ന് പുറത്ത് കടക്കൽ അത്ര ഉറക്കെ പറയൂ, എളുപ്പമല്ല. പ്രത്യേകിച്ച് ഇന്ന് 2 ദുരന്തങ്ങളാണ് നമ്മളെ നേരിടുന്നത്. കുട്ടികളെ ഓർമ്മിപ്പിക്കണം. ഒന്ന്, മനുഷ്യനെ എപ്പോൾ എവിടെ തകർക്കാൻ പറ്റുമെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പത്രത്തിൽ ആത്മഹത്യ ആൻഡ് കൊലപാതകം, ഇതില്ലാത്ത ദിവസങ്ങളുണ്ടോ? നോക്കൂ നിങ്ങൾ. ഇന്ന് എന്നും വെട്ടിക്കൊല്ലലാണ്. എന്താ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ അത്ര ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. ഇന്ന് രാവിലത്തെ ഇതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മൊബൈലിൽ ഈ ഫോണിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും ന്യൂസ്. വടകരയറ്റ കോഴിക്കോട് ഒരുത്തൻ ഭാര്യയെ വെട്ടിക്കൊന്നിരിക്കുന്നു. ഇങ്ങനെ ഡെയിലി വെട്ടിക്കൊല്ലലും ആത്മഹത്യയും വെട്ടിക്കൊല്ലലും ആത്മഹത്യയും കേരളത്തിൽ കൂടുതലാണോ അല്ലയോ? പറയൂ. അപ്പോൾ അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ക്ഷേത്രങ്ങളിൽ തൊഴുതു പോവുക എന്നല്ലാതെ ഒരു ഇൻട്രോസ്പെക്ഷൻ വളരെ കുറവാണ്. ഇരുന്ന് നാമം ചെല്ലുന്ന ഇതുപോലുള്ള ഒരു സംസ്കാരം നമുക്കൊട്ടും ഇല്ല. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് കൊണ്ടുവരണം. വീടുകളിലും കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 108 തവണ നാമം ചൊല്ലണം. പണ്ട് കാലത്തൊക്കെ ഈ ബ്രഹ്മചര്യം എന്നൊക്കെ പറയും. അതായത് ഗുരുകുലത്തിലൊക്കെ രാവിലെ എണീറ്റാൽ കുട്ടികൾ ഗായത്രി ഈ ഉപനയിപ്പിക്കുക എന്നൊക്കെ കേട്ടില്ലേ? ഗായത്രി ചൊല്ലും 108 തവണ. 108 മിനിമം 1008 തവണ എന്ത് ചെല്ലണം? അപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്നത് എന്നത് നമ്മൾ ഹിന്ദുക്കൾക്കാരോ പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല. നമ്മളെന്ത് ചെയ്തു? തൊഴുതു പോവുക, പ്രാർത്ഥിക്കുക, അല്ലേ, വിശ്വസിക്കുക, ഇതിലേക്ക് അധപ്പതിച്ചു പോയി. ഏതിലേക്ക്? തൊഴുതു പോവുക, പ്രാർത്ഥിക്കുക, എല്ലാം ദൈവം നേരെയാക്കി തരുമെന്ന് വിശ്വസിക്കുക. ഇത് അധപ്പതനമാണത്. ഇത് നല്ല വഴിയല്ലത്. ആണോ അല്ലയോ? ഇത് ശരിയാണോ നമ്മൾ കൊണ്ടു നടക്കുന്നത്? ഇതായിരുന്നില്ല. നമുക്ക് മറിച്ച് എന്തായിരുന്നു വേണ്ടത്? ഭക്തി ഉണ്ടാവണം, അതിന് ജപം വേണം. എന്ത് വേണം? ഉൾക്കണ്ണ് നമ്മൾ തുറക്കണം. ആ ഉൾക്കണ്ണ് തുറക്കണ്ട, നമ്മൾ ജപിച്ച് അതങ്ങോട്ട് തുറക്കും. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്താ ചിന്തിക്കുന്നത്, ആവശ്യമുണ്ടോ ആവശ്യമില്ലേ, ആരോട് ഇടപഴകണം ആരോട് ഇടപഴകരുത്. മനസ്സിലായില്ലേ? സാഹചര്യമൊക്കെ കണ്ടും കേട്ടും നമ്മൾ പെരുമാറാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തലയും കൊണ്ട് വല്ലവരും പോവും. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ബോധം നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത്. വേണ്ടതല്ലേ? വേണ്ടയോ? 3 ഇനി എന്ത് വേണം? ഓങ്കാരവും കൊണ്ട് നടക്കണം. ഏതാണ്? ഓങ്കാരം ചൊല്ലുമ്പോഴാണ് അതിനെ പറയാൻ ഒരു തരം ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ചില ഡിഗ്രികളുണ്ട്. ഇപ്പം BSc MSc ഒരുമിച്ച് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതുപോലെ ലോ തന്നെ അതിൻ്റെ LLM പോലുള്ള ഹയർ ഡിഗ്രിയും ലോ ഡിഗ്രിയും ഒക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി എന്ന് പറയും. എന്താ പറയുക? ഹയർ ഡിഗ്രിയും ലോവർ ഡിഗ്രിയും ഒക്കെ
ഒരുമിച്ച്. അപ്പം നമ്മൾ അത്രയും മാർക്ക് സ്കോർ ചെയ്യണമെന്ന് മാത്രം. അത്രയും ഓരോ ടെസ്റ്റുകളിലും അത്രയും മിനിമം പാസ് ചെയ്ത് പോകണം, എന്നാലേ കിട്ടുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? എല്ലാം കൂടിയും സമന്വയിപ്പിക്കുക. ഇതുപോലെ നമ്മളിലെ കഴിവിനെ കണ്ടെത്തുക, നമ്മളിലെ ക്രിയാശക്തി ഉണർത്തുക, അതുപോലെ നമ്മളുടെ സങ്കല്പശക്തി, എനിക്കിന്നത് നേടണം, എനിക്കിത് നേടാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ ഉള്ളിൽ അവർക്ക് പറയൂ കൂട്ടണം. വാസ്തവത്തിൽ ഈ കാര്യമുണ്ടല്ലോ, നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ ഡെയിലി ചെയ്യിക്കണം. അവസരങ്ങൾ ഇല്ലാത്ത ലോകമില്ല, അവസരങ്ങളില്ലാത്ത ലോകമില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റിച്ചാൽ ഒന്നും സ്വന്തമായി ചെയ്യാനുള്ളൊരു കഴിവും സാമർഥ്യമില്ല. അവർക്കെല്ലാം ആരെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കണം. ഗവൺമെൻറ് ഒരു ജോലി ഒരുക്കി കൊടുക്കണം, ആരെങ്കിലും ജോലി കൊടുക്കണം. അങ്ങനെ ചിന്തിച്ച് പോയി. മനസ്സിലായില്ലേ? ഇതല്ലാതെ എന്താ ഒരു വഴി എന്നത് ആരും അവർക്ക് പറയൂ ചിന്തിക്കുന്നില്ല. ഞാൻ വടകരയിൽ സപ്താഹം നടത്തിയിരുന്നു. അപ്പം ഒരു ലേഡി, പെൺകുട്ടി, അവൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും PSC എഴുതി കുത്തിയിരുന്ന് കാത്തിരിക്കും അല്ലേ? അല്ലെങ്കിൽ B.Ed പോയോ, അല്ലെങ്കിൽ അതിന് പോയോ, കോപ്പറേറ്റീവ്സ് എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോയോ, അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഇപ്പം മറ്റേതാണെങ്കിൽ ടാലി പഠിക്കാനോ അങ്ങനെയൊക്കെ പോയിട്ട് വല്ലതും ജോലി നേടാൻ പറ്റും. ഈ കുട്ടിക്ക് തോന്നി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്ന്. ഇവളെന്ത് വെച്ചാൽ ഈ തേങ്ങ അതിനെ പാലാക്കിയിട്ട് പാലിൽ നിന്ന് വെളിച്ചെണ്ണ, ഇപ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ നിന്ന് വെന്ത വെളിച്ചെണ്ണ, അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ബാങ്ക് അതൊക്കെ അവർ കൈകൊണ്ട് ചെയ്തു. പിന്നെ മെഷീൻ കിട്ടി. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മിനിമം 1 കോടി രൂപയെങ്കിലും ഒരു വർഷം അവർ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട്. എനിക്കത് കാണിച്ചു തന്നു അവർ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന്. പിന്നെ ആ തേങ്ങയുടെ പീരല്ലേ, എന്താ പറയുക, അതിനെന്താ പറയുക, ആ വേസ്റ്റ്, അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാനും, അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ, സ്വീറ്റ്സുകൾ ഉണ്ടാക്കാനും, അതൊന്നും വേസ്റ്റാക്കാതെ അത് മൊത്തം പ്രയോജനപ്പെടുത്തിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ അവർ ചിരട്ട കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കയ്യിൽ, കാരണം തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചിരട്ട കിട്ടും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ടെക്നിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ കരി അത് നമ്മുടെ ആവശ്യമാണ് ശരീരത്തിന്. കാർബൺ നമുക്ക് ആവശ്യം. ഇപ്പം നിങ്ങൾക്കറിയില്ല പൽപ്പൊടിയിലൊക്കെ എന്ത് ചേർക്കുന്നുണ്ട്, കരി നമുക്ക് ആവശ്യമാണ് ആ സാധനം എന്നതുകൊണ്ട് അതും അവരിപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ചാർക്കോൾ, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പുതിയ പഠനങ്ങളൊക്കെ നടത്തുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പോൾ ഈ രീതിയിലൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചിരട്ടയിലുള്ള ഈ ചാർക്കോൾ സാധനം കൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള നീര് കളയാനുള്ള സംവിധാനമുണ്ട്. ഞാനത് വിയറ്റ്നാമിൽ പോയപ്പോഴാണ് കണ്ടത്. ഒരു ശരീരത്തിലെ നീര് കളയാൻ അതിനെ ഉപയോഗിക്കുന്നു എന്ന്. അപ്പോൾ ഇൻഫ്ലമേഷനൊക്കെ കളയാൻ പറ്റുന്നതാണ്. ഈ സിവിയർ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ചില ചികിത്സാ സിസ്റ്റങ്ങളൊക്കെ അവിടെ കണ്ടു. ഞാൻ ഇനിയിപ്പോൾ അവരെ കാണുമ്പോൾ പറയണത് വിയറ്റ്നാമിൽ പോയി പഠിക്കണം ആ സാധനം എന്ന്. ഞാൻ അവരെങ്ങനെ ഈ കരി ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒന്നും ഇവിടെ വേസ്റ്റില്ല, എല്ലാറ്റിൽ നിന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകം നമ്മുടെ സത്യത്തിൽ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പം ഇങ്ങനെ നമ്മുടെ കുട്ടികൾ വാസ്തവത്തിൽ അവർക്കൊന്ന് ഒരു ലേശം ഒരു ആത്മീയത ഉണ്ടെങ്കിൽ പലതും ഇവിടെ ചെയ്യാൻ പറയൂ. ഞാനൊരു അമ്മയെ, എൻ്റെ കൂടെ താമസമുണ്ട്. അപ്പോൾ അമ്മയെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അമ്മ വീട്ടി തടിയില്ലേ, അത് മില്ലുകളിലൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ അവർ പ്ലെയിൻ ചെയ്യും. ലാസ്റ്റ് പ്ലെയിനിങ് ചെയ്യുക പറയും. പ്ലെയിനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ തോല് പുറത്ത് വരും. നമ്മളെന്താണ് ഈ വീട്ടിൽ ആശാരിമാരൊക്കെ ലാസ്റ്റ് ചിന്തൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നേർത്ത ഒരു പാട ഇങ്ങനെ വരും അല്ലേ? കണ്ടിട്ടില്ലേ? ഇവരതുപയോഗിച്ച് രാമായണത്തിലെ സ്റ്റോറി പെൻസിൽ കൊണ്ട് വരച്ച് അതിൽ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് മനോഹരമായ രാമായണ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഒരു ചിത്രമൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ് അത്. അപ്പോൾ അവരെൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പിന്നിലാണ് അത് ശരിയാക്കി എടുക്കണം എന്നുള്ളത്. കാരണം എത്ര പേർക്ക് ജോലി കൊടുക്കാതിൽ കുറേ പേർക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ സാധ്യതകൾ ഇല്ലാത്തതായി
അവർക്ക് പറയൂ, ഒന്നുമില്ല. പക്ഷേ അതിനൊക്കെ ഉള്ളൊരു മനസ്സ്, ഇതെല്ലാം PSC മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ കഴിയുമോ? ബാങ്ക് ടെസ്റ്റാണ്, PSC ആണ്, ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രായം വെറുതെ വൃഥാവിലാക്കുകയാണ്. ഇപ്പം ചെറുപ്പത്തിലൊരു ആത്മീയതയുണ്ടെങ്കിൽ പെട്ടെന്ന് പലതും കാണുമ്പോൾ ക്ലിക്ക് ചെയ്യും, എനിക്കിത് ചെയ്യാൻ സാധിക്കും. ആ കോൺഫിഡൻസ് വരുത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഓങ്കാരം ഡെയിലി ചൊല്ലിക്കണം. എന്ത് ചൊല്ലിക്കണം? ഓങ്കാരം. അപ്പം നമുക്ക് ഓങ്കാരം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരുന്ന്, നട്ടിൽ നിവർന്നിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ ഇരുന്ന് തന്നെ ശീലിക്കണം. കുട്ടികളെ ഒന്നും ചെയറിലിരുത്തി ശീലിപ്പിക്കരുത്. അതൊക്കെ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കണം. നല്ലവണ്ണം നട്ടിൽ നിവർന്നിരുന്ന് നീട്ടിച്ചൊല്ലണം. ആദ്യം നെഞ്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ ശ്വാസം എടുത്ത് പതുക്കെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. നെഞ്ച് താഴോട്ട് പോകുന്നത് ഫീൽ ചെയ്യണം. നെഞ്ചുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. നെഞ്ചുകൊണ്ട് ശ്വാസം പതുക്കെ പുറത്തു വിട്ട് നെഞ്ച് കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുക. അപ്പോഴാണ് ഡീപ്പായിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്നത്. അമ്പലത്തിലാണെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അത്രയും ഓക്സിജനാണ് ഉള്ളിൽ കയറുന്നത്. ശ്വാസം നല്ലോണം എടുത്ത് ഓങ്കാരം ചൊല്ലണം. ഒരുമിച്ച് ചൊല്ലാം. നമുക്ക് നീട്ടി ചൊല്ലണം. ഓ ഷോൾഡർ നല്ലവണ്ണം ലൂസാക്കി വിടണം. റിലാക്സ് ചെയ്യണം. അരക്കെട്ട് നല്ലവണ്ണം പൊങ്ങിയിരിക്കണം. അരക്കെട്ട് കുനിയരുത്. പുറകോട്ട് ചാഞ്ഞിരിക്കരുത്. മുന്നോട്ടും തൂങ്ങിയിരിക്കരുത്. കുനിയരുത്. നമുക്ക് തന്നെ മനസ്സിലാവണം നട്ടെല്ലിലാണ് ബോഡി നിൽക്കുന്നത് എന്ന്. ഒരു വലിയ ഭാരം ശരീരത്തിന് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് തന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും നട്ടെല്ലിലാണോ നിങ്ങളുടെ ബോഡി ശരിക്കും നിവർന്നിരിക്കുന്നത്, അതോ നിങ്ങൾ ബലം പിടിച്ച് ഉയർത്തിയിരുത്തുണ്ടോ? പിന്നെ ബലം പിടിച്ചിട്ട് ഇരുത്തരുത്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യണം. ഷോൾഡർ ഭാഗമൊക്കെ നല്ല അയവ് വരുത്തണം. അരക്കെട്ട് നിവർന്നിരിക്കണം. വീണ്ടും ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. എത്രത്തോളം എടുക്കാൻ പറ്റും അത്ര എടുക്കണം. ഒരുമിച്ച് ഓങ്കാരം നീട്ടിച്ചൊല്ലണം. ഓ നേരത്തെ ചെയ്തതുപോലെ കഴുത്ത് ഭാഗമൊക്കെ ലൂസാക്കിയിടണം. നെഞ്ച്, കഴുത്ത്, ഷോൾഡർ അവിടെ ഒന്നും ബലം കൊടുക്കുകയും ചെയ്യരുത്. അരക്കെട്ട് നിവർന്നിരിക്കണം. നട്ടെല്ലിലാണ് ശരീരം ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. നമ്മളൊരിക്കലും ബലം കൊടുത്തിരുത്തരുത്. നമ്മൾ റിലാക്സ്ഡ് ആവണം. നമ്മൾ കംപ്ലീറ്റ് മനസ്സങ്ങനെ റിലാക്സ് ചെയ്യണം. എന്നാൽ ശരീരം കുനിയാൻ അനുവദിക്കുകയും ചെയ്യരുത്.
ഉള്ളിലുള്ള ശാന്തത, സ്വസ്ഥത, ഉള്ളിലുള്ള ആ ഒരു ബോധം, ഇതെല്ലാം ആസ്വദിക്കുക. നമ്മൾ ബോധം എന്നൊരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വെറും ഒരു ജഡവസ്തുവാകുമായിരുന്നു. കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും എല്ലാം അനുഗ്രഹിക്കുന്ന ബോധം. സ്വയം നമ്മൾ തന്നെ ചോദിക്കുക, കണ്ണ് വെറും ഒരു മാംസമാണ്, അതിനെന്ത് കാണാൻ പറ്റും? ബോധമുള്ളത് കൊണ്ട് അതിലൂടെ നമ്മൾ കാണണോ? ബോധം പോയാൽ അത് വെറൊരു ജഡവസ്തുവാണ്. ചുണ്ടുകളും നാക്കിലൂടെ എത്ര രുചി നമ്മൾ അറിയുന്നു, പക്ഷേ ബോധം പോയാൽ അത് വെറും ഒരു ജഡവസ്തു. കാത്, അതിലൂടെ നമ്മൾ എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നു, പക്ഷെ ബോധം പോയാൽ അതും വെറും ജഡവസ്തു. ഈ ജഡവസ്തുവിനെ ചൈതന്യവസ്തുവാക്കി അതിലൂടെ അറിവും അനുഭവം തരുന്ന ആ ബോധത്തെ അത് ആസ്വദിക്കുക. നമ്മുടെ മഹിമ, നമ്മുടെ ശ്രേഷ്ഠത, നമ്മുടെ പവിത്രത അത് തിരിച്ചറിയുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് നല്ലവണ്ണം എടുക്കണം. ഒരുമിച്ച് ഓങ്കാരം. ഓ തന്നിൽ തന്നെ ആസ്വദിക്കുക. ആത്മനി ആത്മനാ തുഷ്ട, ആത്മനി ആത്മനാ രമതി. തന്നിൽ തന്നെ രമിക്കുക, തന്നിൽ തന്നെ ആസ്വദിക്കുക. തന്നിലെ ആ ബോധത്തിൻ്റെ മഹിമയെ തിരിച്ചറിയുക. ശരീരമാകുന്ന ഒരു കൂടിനകത്ത് കത്തുന്ന പൊൻവിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണായ. ആ വിളക്കില്ലെങ്കിൽ ഇതൊരു ശവം, ജഡവസ്തു, കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. ഇത് ശിവമാക്കി തീർക്കുന്ന ആ ബോധം, അതിൻ്റെ മഹിമയെ, അതിൻ്റെ സാന്നിധ്യത്തെ, അതിൻ്റെ ശക്തിയെ, അതിൻ്റെ പ്രഭാവത്തെ, അതിൻ്റെ ഉണ്മയെ, അതിൻ്റെ ആ ഒരു സ്വഭാവമായ ശാന്തതയൊക്കെ ഒന്ന് ആസ്വദിക്കുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക, ഉൾക്കൊള്ളുക. നമ്മളൊരാളോട് ചോദിക്കണം, നിങ്ങൾ ആരാണ്? അപ്പം അയാളുടെ മഹത്വം പറയുന്ന പോലെ നമ്മളോട് ചോദിക്കണം, നമ്മൾ ആരാണ്? പുള്ളിൽ നിന്ന് ഉത്തരം തരികയാണ്, നിങ്ങൾ ബോധമാണ്. ബോധത്താൽ പ്രവർത്തിക്കുന്നൊരു ജീവനാണ്. ആ ജീവൻ ബോധത്തിൽ നിന്നും വന്നതാണ്. ആ ബോധമാണ് നിങ്ങൾക്ക് കാഴ്ചയായി, കേൾവിയായി, രുചിയായി, സ്പർശമായി, ചിന്തയായി ഒക്കെ മാറുന്നത്. കാരണം ബോധം മാറ്റി നിർത്തിയാൽ കാഴ്ചയിലെ ഒന്നുമില്ല. അപ്പം ആ ബോധത്തിൻ്റെ മഹിമ, ബോധത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയാം. ഇനി ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലണം. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമതാത്. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം കാത്യായനായ വിദ്മഹേ കന്യാകുമാര്യായ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഗുരുക്കന്മാരെയും മനസ്സുകൊണ്ട് വിചാരിച്ച് അവതാരപുരുഷന്മാരെയൊക്കെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് കൈ നല്ലവണ്ണം തിരുമ്മണം. നല്ലവണ്ണം തിരുമ്മി കണ്ണ് നല്ലവണ്ണം തുടയ്ക്കണം. കൈവിരലുകൾ നല്ലവണ്ണം വിരലുകൾക്ക് കൂടുതൽ പ്രഷർ കിട്ടുന്ന വിധത്തിൽ അടിക്കണം. ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ ചൊല്ലി ആരംഭിക്കാം നമുക്ക്. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നിശമിക്കില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണസുഖം കിട്ടില്ല. നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണസുഖം കിട്ടില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും
ലഭിക്കില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ധ്യാന ജപാദികൾ ചെയ്തിടാത്തൊൻ ആനന്ദാമൃതമുന്നില്ല. ജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ധർമ്മം ദയയും കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നേരെ ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. ഈശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും
ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. 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 നിർവാണ സുഖം കേട്ടില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. തിരുമൂടി നന്ന മുറുക്കിക്കേട്ടിയും മയിൽപ്പീരിയതിൽ തിരുകിയും അളകങ്ങൾ ചിഹ്നം തിരുനെറ്റി തന്നിൽ തെളിവേറും ഗോപി കുറിയോടും. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. ചടുലമാം ചില്ലിയുകളഭംഗിയും കടക്കൺ കണ്ണീലെ കരുണയും മകരകുണ്ടലം ഇളകുമ്പോൾ മിന്നി തിളങ്ങുന്ന ഗന്ധ തലങ്ങളും. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. തിലസോമം തോറ്റങ്ങൊഴിയും നാസയും തൊടുതോടെയുള്ളോ അതരവും കളതാലം തന്നെ വിളങ്ങും കൗസ്തോഭ ലളിതാമണി മോതിരം. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. തുളസിയും നല്ല തളിരുകളുമായി ഇടചേർന്നവാൻ കാലയും കരങ്ങൾ രണ്ടിലും കരിവാളയേറ്റം ഇടക്കിടയോ കുഴലുമാ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. തിരുമാറിൽ നല്ലൊരടയാളമായി വിളങ്ങുന്ന നൽശ്രീ വത്സവം അഴകേറും തീരു ഉദരവും മീരെ വിലസുന്നരോമ വലിയോടും. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. അരയിൽ മഞ്ഞപ്പട്ടുടയാട ചാർത്തി അതിന്മീതേ നൽപ്പൊന്നരഞ്ഞാണം കിലുകിലുങ്ങുന്ന കനക കിങ്ങിണി അണിഞ്ഞു കാണേണം ഭഗവാനീ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ. കളിയാടിക്കൊണ്ടു വിളയാടിയിടുന്നു ഇടയപ്പൈതനെ
കാണീണം കടൽ വർണ്ണാനിൻ കണി കണ്ടിടുവാൻ കരുണയേകണി ഭഗവാനേ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. തിരുമൂടി നന്ന മുറുക്കി കേട്ടിയും മയിൽപ്പീലിയതിൽ തിരുകിയും അളകങ്ങൾ ചിഹ്നം തിരുനെറ്റി തന്നെ തെളിവേറും ഗോപി കുറിയോടും. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ശ്രീ കൃഷ്ണ ശ്രീ കൃഷ്ണ ശ്രീ കൃഷ്ണ. എല്ലാവരും ഏറ്റു ചൊല്ലണം. സംസാരസാഗരേ മഗ്നം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം കർമ്മഗ്രാഹഗൃഹീകാന്തം മാമുദ്ധരവർണവാ ശ്രീമദ്ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ നിർവിഘ്നേന വികർത്തവ്യ ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ സുഖരൂപ പ്രബോധജ്ഞ സ്വരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ സർവശാസ്ത്ര വിശാരദ ഏതൽകഥാ പ്രകാശേന ഏതൽകഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ ജ്ഞാനം വിനാശയ കൃഷ്ണായ വാസുദേവായ വാസുദേവായ ദേവകീ നന്ദനായ ച ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ വാസുദേവായ ഹരയേ
പരമാത്മനെ പരമാത്മനെ പ്രണതക്ലേശനാശായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. നാമസങ്കീർത്തനം യസ്യ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം നമാമി ഹരിം പരം നാമസങ്കീർത്തനം യസ്യ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം നമാമി ഹരിം പരം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ചിതവത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രേ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ ജന്മാദ്യസ്യ യതൊന്വയാദിതരതച്ച അർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യൽസൂരയ തേജോ വാരിമതാമിതാ വിനിമയോ യത്ര സർഗോ മൃഷാം ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോച്ഛിതകൈതപുത്ര പരമോ നിർമ്മത്സരാണം സദാം വേദ്യം വാസ്തവം വസ്തുചിപദം താപത്രയുന്മേ ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്രഗതിഭി ശുശ്രൂഷിവിത്തക്ഷണൽ നിഗമകൽപ്പതരോർഖളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ യം പ്രവൃദന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാത്തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം മാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥിതിഷദം തമുന്ദം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം
ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. നമുക്ക് കൃഷ്ണാവതാരത്തിലെ കുറച്ച് അധ്യായം വായിച്ചിട്ട് പ്രഭാഷണം കേൾക്കാം.